നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ISL സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് തുടർച്ചയായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗായ്സ്, അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. കേരളത്തിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച യുവതാരമാണ് ജെസിൻ ടീകെ. എന്തായാലും ഈ താരത്തിനെ പല ISL ക്ലബ്ബുകളും നോട്ടമിട്ടിട്ടുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തിനെ ടീമിലെത്തിക്കുമെന്ന് 100% ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ താരം ബാംഗ്ലൂർ FC-യിലേക്കോ അല്ലെങ്കിൽ ചെന്നൈയിൻ FC-യിലേക്ക് പോകാനാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നതെന്നാണ് വരുന്ന റിപ്പോർട്ട്. എന്തായാലും ചെന്നൈയിൻ FC-യും ബാംഗ്ലൂർ FC-യും നല്ലൊരു ഓഫർ കൊടുക്കുകയാണെങ്കിൽ അതിലേതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുത്ത് ജെസിൻ ടീകെ എന്ന് പറയുന്ന യുവതാരം ആ ടീമിലേക്ക് പോകാനായിരിക്കും സാധ്യത. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കൊരു നിരാശ വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത്. ഹൈദരാബാദ് FC-യുടെ ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്ന താരമാണ് ആകാശ് മിശ്ര. എന്തായാലും താരത്തിനെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ മറ്റ് 3 ISL ക്ലബ്ബുകൾ ടീമിലെത്തിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും നോക്കുകയാണെങ്കിൽ ATK മോഹൻ ബഗാനും മുംബൈ സിറ്റി FC-യും അതേപോലെ തന്നെ ഹൈദരാബാദ് FC താരത്തിനെ നിലനിർത്താനും ഇപ്പോൾ നോട്ടമിട്ടിരിക്കുകയാണ്. പക്ഷേ കൂടുതലായിട്ടും മുംബൈ സിറ്റി FC-യിലേക്ക് പോകാനാണ് ആകാശ് മിശ്ര താല്പര്യം കാണിക്കുന്നതെന്നാണ് വരുന്ന റിപ്പോർട്ട്. എന്തായാലും മികച്ച ഓഫർ നൽകാൻ തന്നെയായിരിക്കും മുംബൈ സിറ്റി FC-യുടെ ഒരു തീരുമാനം. അപ്പോൾ മത്സരം നമുക്ക് വൈകാതെ അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. ഇനി പറയാൻ പോകുന്നത് ചെന്നൈയിൻ FC-നെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ചെന്നൈയിൻ FC-യുടെ പുതിയ കോച്ചിനെ തീരുമാനിക്കുന്ന കാര്യം ഇപ്പോൾ വൈകാതെ തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. എന്തായാലും ചെന്നൈയിൻ FC 2 കോച്ചുമാരെ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ജർമ്മൻ കോച്ചും അതേപോലെ ഒരു UK-യിലുള്ള ഒരു കോച്ചുമാണ് ഇപ്പോൾ ചെന്നൈയിൻ FC ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും അടുത്ത ആഴ്ച തന്നെ കോച്ചിൻ്റെ വിവരം ചെന്നൈയിൻ FC പുറത്തു വിടുമെന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. എന്തായാലും ഇന്ത്യയിൽ കോച്ചിങ് ചെയ്ത് പരിചയമില്ലാത്ത 2 കോച്ചുകളെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഏത് കോച്ചാണ് വരാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടിരിക്കണം. അതേപോലെ തന്നെ ചെന്നൈയിൻ FC ആരാധകരെ സംബന്ധിച്ചുള്ള ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇനി പറയാൻ പോകുന്നത് മുൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC-ക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് ലൂയിസ് മഷാഡോ. ലെഫ്റ്റ് വിങ്ങറായിട്ട് കളിക്കുന്ന ഈ താരത്തിന് വെറും 29 വയസ്സ് മാത്രം പ്രായമുള്ളൂ. പോർച്ചുഗീസ് താരമാണ്. എന്തായാലും നോർത്ത് ഈസ്റ്റിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ട് തന്നെയാണ് മിക്ക ISL ക്ലബ്ബുകളും താരത്തിനെ ടീമിലെത്തിക്കാൻ ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. എന്തായാലും അതിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഉൾപ്പെടട്ടെ എന്ന് തന്നെ ആശംസിക്കാം. എന്തായാലും ലൂയിസ് മഷാഡോ ISL-ലേക്ക് തിരിച്ചു വരുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. വീഡിയോയോടെ വെച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ